എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം. ഉമ്മ തരുമോ? താങ്ക് യു. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സങ്കടങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് ലൈഫ് ഭയങ്കര പ്രശ്നമായി മാറുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. നമ്മളെപ്പോഴും പറയുമല്ലോ, നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് എന്നുള്ളൊരു കാര്യം. നമ്മുടെ സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വന്തമായിട്ട് വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ബിക്കോസ് നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അല്ല, നമ്മുടെ ലൈഫ് നമ്മൾ ഇഷ്ടപ്പെടാണ്ട് ജീവിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടാലും നമ്മൾക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളി എനിക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അധികം ലേറ്റ് ആവാണ്ട് നമുക്ക് വരണം. ബിക്കോസ് ഇന്ന് രാത്രിയാണ് നമ്മൾ വേളാങ്കണ്ണി പോകുന്നത്. അപ്പോൾ അധികം ലേറ്റ് ആവാണ്ട് എനിക്ക് വരണം, കാരണം അതിൻ്റെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കോട് എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എല്ലാവരും സെൽഫായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ്. അത് എത്ര പൊസിഷനിലുള്ളവരാണെങ്കിലും എത്ര പൊസിഷനിൽ ഇല്ലാത്തവരാണെങ്കിലും അത് ഫിനാൻഷ്യലി ഒന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമില്ല. നമുക്ക് വേണ്ടി ഒരു ദിവസമോ മന്ത്ലി വൺസോ അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അപ്പോഴൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കണം. എന്നിരുന്നാലേ നമുക്ക് നാളെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിനെ വളരെ ഹാപ്പി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെയാണ്. എനിക്ക് പണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ എൻ്റെ മന്ത്ലി സാലറി വരുന്ന ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ സ്പാ ആണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ സാലറി വരുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ പോയിട്ട് ഒന്ന് ഹെയർ സ്പാ ചെയ്യാറുണ്ട്. ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നരുത് നമ്മൾ ഈ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തൊക്കെ വെറുതെ ആയിപ്പോയി, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്നുള്ള ആ ഒരു തോട്ടൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണോ ഭയങ്കര ബോറായി പോകും ലൈഫ്. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. എൻ്റെ പാരൻസിനാണെങ്കിലും അവരെ കൊണ്ട് പുറത്തുപോയി, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുറത്തുപോയി, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയി. പക്ഷെ എനിക്ക് വേണ്ടി ഒരു ഡേ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇനി 1 വീക്ക് കൂടി ഉള്ള ഇന്നിവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ടൈം ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കരുതി ഇന്ന് പകല് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എൻ്റെ ഒരു ഡേ എന്നുള്ള പ്രിയോറിറ്റി ഞാൻ കൊടുത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതാ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പേര് മണ്ണമ്പേട്ട എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് നമ്മളെപ്പോഴും ജനിച്ച നാടും വീടൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഞങ്ങൾ ഈ വഴിക്കാണ് നടന്ന് രാവിലെ പള്ളിയിലൊക്കെ പോവാറ്. അപ്പം എല്ലാ സൺഡേ കാറ്റീസൊക്കെ പോവാനായിട്ട് ഞാനിങ്ങനെ ഈ വഴിക്കാണ് നടന്ന് പോവാറ്. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിലാണ് പോവാറ്. ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോഴത്തേനും ഞാൻ ചിന്തിക്കാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന്. പക്ഷെ എന്നെ കൊണ്ടത് പറ്റാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ അങ്ങനെ നമുക്ക് തോന്നാത്ത കാര്യം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഭയങ്കര എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടുള്ള ഭക്തിയൊന്നുമില്ല. പക്ഷേ ഈശ്വരനിൽ നല്ല വിശ്വാസമുണ്ട്. എന്തോ ഒരു എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് റിലാക്സേഷൻ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട് സ്വാതി,
എൻ്റെ എംടെക്കിലെ ഫ്രണ്ടാണ്, ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങൾക്ക് എൻ്റെ എന്താ പറയുക, അന്നത്തെ ശരത്തിന്റെ മിക്ക കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുള്ളത് സ്വാതിയുടെ അടുത്തായിരുന്നു. അപ്പോൾ സ്വാതി ഇപ്പോൾ ഇവിടെ UK-ലാണ്. അവളിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ദയ ഹോസ്പിറ്റലാണ് അവളിപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ എന്തോ കൺസൾട്ടേഷന് വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഞാനിവിടെ ടൗണിലുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവളെ മീറ്റ് ചെയ്തിട്ട് വരാം. സ്വാതിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇനി ഞങ്ങൾ സ്വാതി എന്ന് പറയുന്നത് എംടെക്കിലെ ഒരു ഗ്രൂപ്പാണ്. സ്വാതി, ഞാൻ, ജ്യോതി, പിന്നെ ദിവ്യ. പിന്നെ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത് ജിതേനെയാണ്. ജിതയും ഞാനൊക്കെ ഒന്നിച്ച് 10th പഠിച്ച ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. ജിത, ഞാൻ, ലച്ചു, അമ്മു, പിന്നെ മെറിൻ. അങ്ങനെ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 പേരിൽ 2 പേര് പുറത്താണ്, 3 പേര് ഞാനടക്കം 3 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ അമ്മുനെ വിളിച്ചിട്ട് കിട്ടാനില്ല, മേ ബി എന്തെങ്കിലും തിരക്കായിരിക്കും. ഉള്ളത് ജിത ഇപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ജിതേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് വെസ്റ്റ്ഫോർഡ് ഹോസ്പിറ്റലാണ്. മൊത്തം ഹോസ്പിറ്റലുകളുടെ അടുത്താണല്ലോ അല്ലേ. അപ്പോൾ ജിത ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ പ്ലാൻ, ഞങ്ങൾ ഒന്നിച്ച് ഷോബയിലോട്ട് പോകുന്നു. അവിടെ ദിവ്യയുണ്ട്. ദിവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10th, 1ാം ക്ലാസ് അല്ല 4ാം ക്ലാസ് മുതൽ 10th വരെ ഒന്നിച്ചായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞങ്ങൾ ബിടെക് കഴിഞ്ഞ് എംടെക് ഒന്നിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക് ചെയ്തതും ഒന്നിച്ചാണ്. 3 കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ദിവ്യ അവിടെ ഷോബയിലുണ്ട്. അത് കഴിഞ്ഞ് ജിതേനെയും കൊണ്ടുപോയി ദിവ്യനെ മീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ദിവസം അമ്മമാർക്ക് 2 ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും മേടിച്ചു കൊടുത്തു. അവിടെ നിന്ന് ഇട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഒരു കൺക്ലൂഷനിലെത്തി. അതിൻ്റെ ഇവിടെ എവിടെയോ ഒരു ചെറിയ ഗിൽറ്റ് ഉണ്ട്. അപ്പം നമ്മളത് ഇട്ടാൽ ഭംഗിക്കുറവാവോ, നമുക്കത് ഇടാൻ പറ്റുമോ എന്നുള്ള വളരെ വലിയ ചിന്തകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് 2 പേരും എനിക്ക് തിരിച്ച് തന്നയച്ചിട്ട് പോയി മാറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവർ 2 പേരും കൂടെ കൊണ്ടുപോയി അവരിട്ട് നോക്കി വാങ്ങിച്ച ഡ്രസ്സ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അഭിപ്രായം മാറിപ്പോയി. അപ്പോൾ അത് ഇനി മാറ്റാനായിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണോ അപ്പോൾ തോന്നണേ അത്. ഇതാണ് ജിത, ഞങ്ങളുടെ സ്കൂൾ ലീഡർ ആയിരുന്നു കേട്ടോ ജിത. അവളുടെ അടുത്ത് ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ. അയ്യോ ഇതെന്താന്ന് എനിക്കറിയില്ല, ഇതെനിക്ക് വേണം. അപ്പോ നമ്മള് കല്യാണിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി നമ്മളെവിടെ പോന്നു കുട്ടി പറയൂ. ഷോപ്പയിൽ പോയിട്ട് എന്താണ് പരിപാടി? അമ്മമാരുടെ ഡ്രസ്സ് മാറ്റാം. ഓക്കെ, നിനക്ക് സുഖല്ലേടി? സുഖം. നിനക്ക് എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ 10th നല്ലത്? ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. അപ്പൊ എടാ തന്നെ കാണിക്കേ, എന്തേലും പറയും. എന്റെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പറയൂ. ഇവിടെ പണ്ട് ഓട്ടോഗ്രാഫ് ഒരു 10 പേജൊക്കെ എനിക്ക് എഴുതി വന്നിട്ടുണ്ടായിരുന്നു. ചോരമുണ്ട് അല്ലേ? അയ്യോ അത്രയല്ലോ, കൊതുവിന്റെ ആയിരുന്നു ചോര. അപ്പോ പറയൂ കുട്ടി, എന്തെങ്കിലും മെമ്മറീസ് പറയൂ. നമ്മുടെ 10th ഭയങ്കര അടിപൊളിയായിരുന്നു. 10th ഞങ്ങള് 5 പേരും കറക്റ്റ് എന്താ പറയാ, ഒരൊറ്റ ആൾക്കും ബോധമില്ലാത്ത കാരണം വളരെ സാഹസികമായിട്ടാണ് 10th വരെ ഞങ്ങൾ എത്തിയത്. പിന്നെ മെയിൻ മെമ്മറി ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ലേസ് അടിക്കല് ബയോളജി പീരീഡ്. പാവായിരുന്നു ഞങ്ങളുടെ ബയോളജി ടീച്ചർ, കണ്ടാലും കാണാത്ത പോലെ ഇരിക്കും. എന്നിട്ട് ഒരു തവണ മാർക്കല്ലേ പേപ്പർ തല്ലൂടി അത് ഞങ്ങളിവിടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആ ടീച്ചറെ ഭീഷണിപ്പെടുത്തി മാർക്ക് ഒരു അധ്യാപികയോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു അധ്യാപികയാണ്. അന്ന് നമുക്ക് ബോധമില്ലല്ലോ, ഇന്നില്ല. അങ്ങനെയല്ല, അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് എൻ്റെ ബയോളജി മിസ്സിൻ്റെ അടുത്ത് ഞാൻ സോറി ചോദിക്കുകയാണ്. ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാനന്ന് ചെയ്ത് വളരെ മോശം ഒരു കാര്യമാണ്. ഞാനങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് ശോഭയിലോട്ടാണ്. അപ്പോൾ അവിടെ ഓൾറെഡി അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഫ്രണ്ട്സിനെ കാണാനൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ലക്കാണ്.
നമ്മൾ ഓൾറെഡി നമ്മുടെ മെമ്മറീസ് ഉള്ളത് ഷെയർ ചെയ്യാനും പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും. ഞാൻ 10th പാസ്സായിട്ട് 16 വർഷമായി, അതായത് ഇപ്പം എനിക്ക് 33 വയസ്സ് ആവാൻ പോകുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു ഇവരുടെ കൂടെ. ഇതാണ് തീരെ ഇന്ന് കഴിച്ചിട്ടായിരുന്നു വെള്ളത് മേടിക്കാൻ പറ്റും. ജ്യോതിയും ദിവ്യയും ഓൾറെഡി ഷോബയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും മീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അവരെൻ്റെ എംടെക്കിലെ ഫ്രണ്ട്സാണ്. ദിവ്യ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമുണ്ട് കേട്ടോ. ഞങ്ങൾ 4th മുതൽ ഒന്നിച്ചായിരുന്നു, കുറേ കോളേജസിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരെയും മീറ്റ് ചെയ്തു. മൊത്തത്തിലൊരു അടിപൊളി ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. കുറേ ചിരിച്ചു, കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു. നമ്മുടെ 10th ഗ്യാങ് ആണ് കേട്ടോ ഇത്. നമ്മൾ 4 പേരായിരുന്നു. ജിത, ലച്ചു, അമ്മു, പിന്നെ മെറിനും ലച്ചു ഇവിടെ നാട്ടിലില്ല, 2 പേരും പുറത്താണ്. നമ്മൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ ലാസ്റ്റ് പോയത്, ഇപ്പം ഞാൻ ഇങ്ങനെ സ്വീഡനിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും കൂടെ ഗോവയിലോട്ട് ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ നമ്മൾ ഒന്നിച്ച് കണ്ടത് അമ്മുവിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേ ഭയങ്കര രസം. അമ്മോ, എനിക്ക് 10th എന്തെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാണ്ടോ? എനിക്ക് 10th ലാസ്റ്റ് നമ്മള് മറ്റേ കോമ്പസ് എടുത്തിട്ട് വരച്ച ഓർമ്മയുണ്ട് ചുമരുമേ ടാലസ് എന്നൊക്കെ എഴുതിയത്. എന്റെ ബെഞ്ചമിൻ ടാലസ് എന്നൊക്കെ എഴുതി വെച്ചത് എനിക്കെന്താ ഓർമ്മന്നറിയോ, നമുക്ക് ലാസ്റ്റ് ദിവസം ആ മെമ്മറി എന്താണെന്നുള്ളത് തീരെ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തത് കേട്ടോ. അപ്പം ഇതിൽ ജിത ഓൾറെഡി തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത്. അമ്മും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ 2 പേര് പുറത്താണ്. ലച്ചു UK-ലാണ്, പിന്നെ മെറിൻ UK-യിലുമാണ്, പിന്നെ മസ്കറ്റിലാണ്. അവളിങ്ങനെ പാറി പറന്ന് നടക്കാണ്. ഷീസ് എ ഡോക്ടർ. അപ്പം ഭയങ്കര ഒരു 10th അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഗ്യാങ്ങിനൊരു പേര്, അപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പേര് കേട്ടോ. ടാലസ് എന്നായിരുന്നു ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേര്. ഞങ്ങൾ പഠിച്ചത് ഗേൾസ് ഓൺലിയിലാണ്. തൃശ്ശൂർ സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ഗേൾസ് സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഒത്തിരി നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്ര നല്ല ബ്രൈറ്റായിട്ട് എല്ലാത്തിനും ഇങ്ങനെ അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ലായിരുന്നു. ഭയങ്കര തല്ലിപ്പൊളികളായിരുന്നു. അത്യാവശ്യം കുറുമ്പും കുസൃതിയും ഒക്കെയുള്ള പിള്ളേരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കുറേ മെമ്മറീസ് ആ സമയത്ത് ആലോചിക്കുമ്പോണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ പിന്നീട് ആലോചിക്കുമ്പോഴേ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഭയങ്കര കുറ്റബോധമായിരുന്നു തന്നെ. ഭയങ്കര ഡീസൻ്റ് ഇരുന്നെങ്കിൽ ഇന്ന് ഈ മെമ്മറീസ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങക്ക് നമ്മുടെ 10th ടൂറ് പോയപ്പോൾ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ പറയൂ, ഒന്ന് ഷെയർ ചെയ്യോ പ്ലീസ്. പോയിക്കൊണ്ടിരിക്കുമ്പോ ട്രെയിനില് വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് തന്നയച്ചിട്ടുണ്ടായിരുന്ന അതിന്റെ അവസ്ഥ എന്തായിരുന്നു? കുറച്ച് അതവിടെ എത്തിയപ്പോ ഞങ്ങളെല്ലാരും ചേട്ടൻ ലാസ്റ്റ് അവിടെ എത്തിയപ്പോ എല്ലുകൾ മാത്രം, കുറച്ച് ഇല്ലേ ഇവിടുന്ന് പാഴ്സൽ ചെയ്യണോ? എന്താണിത്? അപ്പൊ അമ്മ എന്താ ഈ പരിപാടി ചെയ്യുന്നത്? സ്നേഹാണോ? അപ്പൊ അവള് അതുപോലെ ടൂർ പോയതല്ലേ? ഇതാണ് കേട്ടോ ഞങ്ങൾ 5 പേര് ഇപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. സംസാരിച്ചിരുന്നേ സമയം പോയതറിഞ്ഞില്ല. ഇപ്പോൾ ഇത് ഓൾറെഡി 6 മണിയായി. ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തൃശ്ശൂർ തന്നെ വരണം. ഇന്ന് വൈകിട്ടാണ് നമ്മൾ വേളാങ്കണ്ണി പോകുന്നത് കേട്ടോ. യാത്രകൾ എപ്പോഴാണല്ലോ അവസാനിക്കുന്നത്? നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു യാത്രയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. പല പല ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, പല പല ആളുകളെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നു. പല സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ കയറി വരും. അപ്പം മാക്സിമം സന്തോഷങ്ങളെ നമ്മൾ എൻജോയ് ചെയ്യുക.
എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ എന്തായാലും ഫേസ് ചെയ്യണം. ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഒന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താണേലും ഫേസ് ചെയ്യുക, അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ തന്നെ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ വേളങ്കണ്ണിയിലോട്ടുള്ള യാത്രയിലാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, എൻ്റെ വേറൊരു ഫ്രണ്ട് അനി പ്രഗ്നൻ്റ് ആണ് കേട്ടോ. എന്നിട്ടും ഇവിടെ തൃശ്ശൂർ തന്നെയാണ് അനിയുടെ വീട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അത് വേറൊരു സന്തോഷം. അപ്പം അങ്ങനെ അടുത്ത വ്ളോഗായിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.